ബബിതയുണ്ട്. നിർണായകമായ വിവരം പോലീസിന് കൈമാറിയ ബബിത നമ്മൾ ചേരുന്നു. ബബിത നമസ്കാരം. നമ്മളെല്ലാവരും ആശങ്കയിലാണ്. പക്ഷേ ബബിത നൽകിയ ഇൻഫർമേഷനാണ് ഇതിൽ ഏറ്റവും നിർണായകമാണ്. അതിൽ അഭിനന്ദിക്കുകയാണ് ബബിതയെ ആദ്യം. എന്താണ് ബബിത ട്രെയിനിൽ കണ്ട കാഴ്ച എന്ന് കൂടി അറിയാൻ നമ്മൾ ഈ നിമിഷത്തിൽ ആഗ്രഹിക്കുകയാണ്. ഈ കുട്ടി കരയുകയായിരുന്നു അല്ലേ? പൊട്ടിക്കരയുകയല്ല, കുട്ടി ഇങ്ങനെ വിങ്ങി വിങ്ങി കരയുകയായിരുന്നു. പിന്നെ കയ്യിൽ കുറച്ച് കാശുണ്ട്, ഒരു 40 രൂപയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ഒരു ടിക്കറ്റ് ഉണ്ടായിരുന്നു, ബാഗ് ഉണ്ടായിരുന്നു കയ്യില്. ബാഗ് മൊത്തം ഭയങ്കര പൊടിയൊക്കെ ആയിരുന്നു. പിന്നെ ഇത്രയുന്ന വസ്ത്രം കണ്ടപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ തോന്നി. കാഴ്ച തന്നെ മലയാളി അല്ലെന്ന് മനസ്സിലായി. പിന്നെ ട്രെയിൻ കന്യാകുമാരി എക്സ്പ്രസ് ആണ്. അപ്പൊ ഞാൻ കരുതി അങ്ങോട്ടൊക്കെ പോകുന്ന ആദ്യം കരയുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങനെ സ്ഥിരം ട്രെയിനിൽ വന്ന് പോകുന്ന ഒരു കുട്ടിയെ പോലായിരുന്നു ഭാവമൊക്കെ, മുഖമൊക്കെ. അതായത് ബബിത വിചാരിച്ചത് ചിലപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞ് അങ്ങനെ എന്തെങ്കിലും സ്ഥിരം പോകുന്നതായിരിക്കാം എന്നാണ് കരുതിയത്. എവിടെ വെച്ചാണ് കണ്ടത്? ബബിത എവിടെ നിന്നാണ് ട്രെയിനിൽ കയറിയത്? ഞാനും ആ കുട്ടിയും തമ്പാനൂരിൽ നിന്നാണ് ട്രെയിനിൽ കയറിയത്. പക്ഷെ തമ്പാനൂർ സ്റ്റേഷനിലെ കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. കയറി ട്രെയിനിൽ എന്റെ ഓപ്പോസിറ്റ് ഇരുന്നു. ഞാൻ നെയ്റ്റിങ്ങിൽ ഇറങ്ങി വരികയും ചെയ്തു. ഓക്കെ, അപ്പം ഈ കുട്ടി അതുവരെയും ട്രെയിനിലുണ്ടായിരുന്നു. അതുവരെ ഉണ്ടായിരുന്നു. അത് നിർണായകമായ വിവരം തന്നെയാണ്. ഏതായാലും നെയ്യാറ്റിൻകര ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടിയുടെ ഒരു ശരീരഭാഷ കരയുന്നതായതുകൊണ്ട് ബബിത ശ്രദ്ധിക്കുകയും ചെയ്തു അല്ലേ? ഞാൻ ഫോട്ടോ എടുത്തപ്പോ തന്നെ കുട്ടി ഒരു ദേഷ്യഭാവം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞ് ഫോട്ടോ എടുക്കണ്ട, ദേഷ്യപ്പെടും ചിലപ്പോ എന്ന് കരുതി ഞാൻ പിന്നെ ഫോട്ടോ എടുത്തില്ല. നമ്മൾ കൂടുതലൊന്നും ചോദിക്കാനും പോയില്ല. ഞങ്ങളടുത്ത് എന്തെങ്കിലും സംസാരിക്കണം എന്നും കുട്ടിക്ക് ഇല്ലായിരുന്നു. ഓക്കെ, പക്ഷേ കുട്ടിയെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അല്ലേ? ഓക്കെ, ഈ നമ്മൾ ആ ഫോട്ടോയിൽ കാണുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് തമ്പാനൂർ സ്റ്റേഷനിൽ നിന്ന് തന്നെ കയറിയതാകണം അല്ലെ കുട്ടി? പക്ഷെ അവരുടെ ഒരു ശരീരഭാഷ, ഒരു അരക്ഷിതാവസ്ഥ, ആരും കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോ അങ്ങനെ ഒരു ആശങ്കപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായിരുന്നു അല്ലെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം? ഇല്ല, അങ്ങനെ പേടി തോന്നിയിട്ടില്ല. ആ കുട്ടിക്ക് ഇങ്ങനെ മുഖത്ത് പേടിയൊന്നുമില്ല. ഒരു ദേഷ്യഭാവം എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഫോട്ടോ എടുത്തത് കൊണ്ടായിരിക്കും, ഫോട്ടോ എടുക്കുന്നത് കണ്ടത് കൊണ്ടായിരിക്കാം, ഒരു ദേഷ്യഭാവം ഉണ്ടായിരുന്നു. പിന്നെ സ്ഥിരം വന്ന് പോകാറുള്ളത് പോലെ ഒരു പേടിയൊന്നും എനിക്ക് അങ്ങനെ കണ്ടിട്ട് തോന്നിയില്ല. ട്രെയിനിൽ നല്ല വന്ന് പരിചയമുള്ള പോലെയാണ് തോന്നിയത് കണ്ടിട്ട്. ബബിത, ഈ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി പോകുന്നതാണ് അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ എന്നാണ് ഈ കുടുംബം ഇപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ദേഷ്യപ്പെട്ടിരിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിലായിരുന്നിരിക്കണം അല്ലേ? അങ്ങനെ ആയിരിക്കണം. കരയുന്നുണ്ടായിരുന്നു. ഞങ്ങള് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ കരച്ചിലങ്ങ് നിന്നു. നോർമലായി ദൂരത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഈ ബാഗ് കയ്യിലുണ്ടായിരുന്നു? ബാഗിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടായോ, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ബാഗിന് തുറക്കുക അങ്ങനെയൊന്നുമില്ല. കയ്യിൽ തന്നെ ആയിരുന്നു 40 രൂപ ഉണ്ടായിരുന്നത്. അതങ്ങനെ ആർക്കും കൊടുക്കുക അങ്ങനെയൊന്നും കണ്ടില്ല ഞാൻ. ട്രെയിൻ ടിക്കറ്റ് എടുത്തിരുന്നോ? ഇല്ല, ഞാൻ കരുതിയ ട്രെയിൻ ടിക്കറ്റ് എന്നാണ്. പിന്നെ പോലീസ് കൺഫേം ചെയ്തത് ട്രെയിൻ ടിക്കറ്റ് അല്ല, അതൊരു ബസ്സിന്റെ ടിക്കറ്റ് ആയിരുന്നു. അതെ, കാരണം 50 രൂപയും എടുത്താണ് വീട്ടിലേക്ക് നിന്ന് ഇറങ്ങിയത്. അപ്പോൾ 40 രൂപ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കാനുള്ള സമയമായിട്ടില്ല. ചിലപ്പോൾ ബസ് ടിക്കറ്റ്, അതായത് കഴക്കൂട്ടത്ത് അതെ, ബസ് ടിക്കറ്റ് ആയിരിക്കണം അല്ലേ? പക്ഷെ ഈ പൈസ കയ്യിൽ തന്നെ പിടിച്ചിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഈ കുട്ടി ഇപ്പോൾ അതായത് ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ പോയത് കൊണ്ട് അവസാനത്തെ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കാം എന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. ബബിതയ്ക്ക് എന്താണ് തോന്നുന്നത്? പാറശാല വരെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവളെ വിളിച്ച് ചോദിച്ചപ്പോ ആ കുട്ടി പാറശാലയിലും ഇറങ്ങിയിട്ടില്ല. പിന്നെ നേരെ സ്റ്റോപ്പ് ഉള്ളത് കന്യാകുമാരി മാത്രമേ ഉള്ളൂ, എക്സ്പ്രസ് ആണ്. അപ്പൊ അത് നെയ്യാറ്റിൻകര, പാറശാല, കന്യാകുമാരിയാണ്. അപ്പൊ നേരെ പിന്നെ കന്യാകുമാരിയിലോട്ടായിരിക്കാം കുട്ടി പോയിരിക്കുന്നത്. അത് ശരി. ബബിതയുടെ സുഹൃത്തുക്കൾ സ്ഥിരീകരിക്കുന്നു നെയ്യാറ്റിൻകരയിലും വരെ ഉണ്ടായിരുന്നു എന്നല്ലേ? പാറശാല വരെ ഉണ്ടായിരുന്നു കുട്ടി. ഓക്കെ, പാറശാല, നെയ്യാറ്റിൻകര, പിന്നെ കന്യാകുമാരി, അങ്ങനെയാണ് സ്റ്റോപ്പ് ഉള്ളത്. അല്ല, നെയ്യാറ്റിൻകര, പാറശാല, പിന്നെ നെയ്യാറ്റിൻകര, പാറശാല, കന്യാകുമാരി. പാറശാലയിലും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ കന്യാകുമാരിയിൽ ഇറങ്ങിയിരിക്കാമെന്ന പോലീസിന്റെ നിഗമനം ശരിയായിരുന്നിരിക്കണം അല്ലേ? ഓക്കെ, ബബിത പിന്നീട് എപ്പോഴാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത് ബബിത? അത് ഞാൻ രാത്രി ന്യൂസ് കണ്ടിട്ടില്ല. അപ്പോൾ രാവിലെ വെളുപ്പിലെ 3 മണിയായപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ മഴ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ പക്ഷെ വാർത്തയിൽ ഫുള്ള് ഇങ്ങനെ ഒരു കുട്ടിയെ കാണാനില്ല. നോക്കിയപ്പോൾ ഫോട്ടോ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫോട്ടോ ഒന്നാണ്. അങ്ങനെയാണ് ഞാൻ ന്യൂസിൽ കയറി വിളിച്ച് പറയുകയും പോലീസുമായിട്ട് പിന്നെ കോൺടാക്ട് ചെയ്യുന്നതൊക്കെ. ശരിക്കും ഷോക്കായിട്ടുണ്ടാവുമല്ലേ ഇപ്പോൾ യഥാർത്ഥത്തിൽ? ഉറങ്ങിയിട്ടില്ല, അങ്ങനെ ഇരിക്കാൻ. ഓക്കെ, അതെ ശരിയാണ്. നമ്മളെല്ലാവരും ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. ശുഭവാർത്ത ഉണ്ടാകുമെന്ന് കരുതുന്നു. ലീഡ് കിട്ടിയെന്ന് പോലീസ് എന്തായാലും പറയുന്നുണ്ട്. ബബിത എന്താണ് ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് മെഡിക്കൽ കോഡിംഗ് പഠിക്കുകയാണ്.
പക്ഷെ എന്തായാലും ഈ ഉദ്യമമുണ്ടല്ലോ, കാരണം നമ്മൾ ഇത്തരത്തിൽ പല ആളുകളെയും കാണുന്നതാണ്. പക്ഷെ ഒരു സംശയം തോന്നിയിട്ടാണെങ്കിലും ഈ ഫോട്ടോ എടുത്തതുണ്ടല്ലോ വളരെ നിർണായകമായിരിക്കുന്നു എന്നാണ്. ആ കുട്ടിയെ കണ്ടെത്തുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, ബബിതയുടെ ഈ ശ്രമം അത് തന്നെയാണ് ഇതിൽ നിർണായകമായത് എന്നത്. ഒരിക്കൽ കൂടി ബബിത അഭിനന്ദനം അർഹിക്കുന്നു. പക്ഷേ ഏറ്റവും ബബിതയും ഞാനും എല്ലാവരും കാത്തിരിക്കുന്നത് ഈ കുഞ്ഞിനെ കണ്ടെത്തുക എന്നതാണ്. വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. ബബിത, സന്തോഷ വാർത്ത അറിയുമ്പോൾ വീണ്ടും ഞങ്ങൾ വിളിക്കാം. കാരണം പാറശാല ഇറങ്ങിയിട്ടില്ല കുട്ടിയെന്ന് ബബിത തന്നെ സ്ഥിരീകരിക്കുന്നു. ബബിത പകർത്തിയ ഈ ഫോട്ടോയാണ് ഏറെ നിർണായകമായതും.